എന്താടാ, എന്താ കരച്ചിൽ വരുന്നില്ലെന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണോ നീ? സങ്കടം രണ്ട് വിധത്തിലുണ്ടടാ. ഒന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രമുള്ളത്, ഈ ചിന്തകളൊക്കെ മനസ്സിൽ വന്നിടുമ്പോൾ മെഴുകുപോലെ ഉരുകി മഴ പോലെ കണ്ണിൽ നിന്ന് പെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത് ഹൃദയമായി സംബന്ധമുള്ളത്. ഇതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കണ്ണീര്, നിന്റെ ഉള്ളിൽ തന്നെ അത് ഉറച്ചിടും. നീ സെക്കൻഡ് സ്റ്റേജിലാണോ ഉള്ളത്? എന്തെങ്കിലും ചെയ്യാനായി മറന്നു പോകും നീ. മനുഷ്യനെ പോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് കല്ല് പോലെയാകും. ഇങ്ങനെയുള്ള ആൾക്കാർ തെറ്റുകാരനായാലും കുഴപ്പമില്ല, ആലോചിക്കുന്ന ഒരിക്കലും വിടാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അതിന്ന് വെളി വരണം. എങ്ങനെ വരണം? പറ്റിച്ച പെണ്ണിനെ കൊല്ലണോ? ഇല്ല, അങ്ങനെ നടക്കാൻ കാരണമായ ആ സിറ്റുവേഷനെയും ഒന്നും ചെയ്യാതിരിക്കുന്ന എനിക്ക് അതിനുള്ള അവകാശമില്ല. ഒന്ന്, ഒരു പെണ്ണിൻ്റെ ഓർമ്മകളെ മറന്നു പോകുന്നതിന് വേണ്ടി വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടാക്കുന്ന ശരി. ആ പറയടാ, എന്തടാ നിന്റെ പ്രേമത്തിൽ ഇതുവരെ നീ വെളി വന്നില്ലേ? ഇനി എത്ര നാളെ നീ ഇങ്ങനെ ഇരിക്കാൻ പോന്നേ? എങ്ങനെ വെളി വരണം? പറ്റിച്ച പെണ്ണിനെ കൊല്ലച്ചിടോ ഞാൻ? അങ്ങനെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ പിടിച്ചു കെട്ടാൻ പറ്റാത്ത എനിക്ക് അതിനുള്ള അവകാശമില്ലടാ. നീ ആ പെണ്ണിനെ വെറുതെ എല്ലാം വിടല്ലടാ. വെറുതെ വിട്ടാ നീ തന്നെ ഇല്ലാതാവും. ഞാൻ പറയുന്നത് കേക്കടാ. അയ്യോ. അയ്യോ. എന്താ ഇത്? ഇത്ര പെട്ടെന്നായല്ലോ. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. പാഡൊക്കെ തീർന്നു പോയെന്ന് തോന്നുന്നല്ലോ. കടയ്ക്ക് പോയി വാങ്ങിക്കൊണ്ടുവരാം.
ഹലോ. ആ ശില്പേ, നിനക്ക് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു നല്ല പാർട്ടി വന്നിട്ടുണ്ട്, പറഞ്ഞയക്കട്ടെ? ഇപ്പോഴോ? 5 ഡേയ്സ് കഴിഞ്ഞ്. 5 ഡേയ്സ് കഴിഞ്ഞോ? പണം ആവശ്യമുണ്ടെന്ന് പറയുന്നു, 5 ഡേയ്സ് കഴിഞ്ഞെന്നും പറയുന്നു. ഇങ്ങനെയാണെങ്കി പിന്നെ എങ്ങനെയാ? അല്ലെങ്കിലേ അയാള് ദേഷ്യക്കാരനാ. നിന്റെ ഫോട്ടോ കണ്ടിട്ട് അയാൾ ഓക്കെ പറഞ്ഞത്. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ പിന്നെ എങ്ങനെയാ? ചേച്ചി, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തെറ്റിദ്ധരിക്കല്ലേ ചേച്ചി, എനിക്ക് പീരിയഡ്സ് ആണ്. എന്നാ ശരി, അയാളോട് പറ്റില്ലെന്ന് പറഞ്ഞേക്കാം. എന്താ ഓക്കെ അല്ലേ? ഉം. ചേച്ചി, 1 മിനിറ്റ് പറയുന്നേ. ശരി ചേച്ചി, പറഞ്ഞയച്ചേക്ക്. എന്നാ ഞാൻ അയക്കാം. ഉം. ഉം.